ലെസണിൽ നമ്മൾ പഠിച്ചു എങ്ങനെ പൈത്തൺ ഷെൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പൈത്തൺ കൺസോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതേ കൺസോൾ അല്ല നമ്മൾ ചെയ്ത പ്രോഗ്രാം പൈത്തൺ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത്, അതായത് നമ്മുടെ പ്രോഗ്രാം ഒരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വിൻഡോസ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡ് ആണെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇതിൽ നിന്ന് ഫയലിൽ നിന്ന് ന്യൂ ഫയൽ എടുക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ കോഡ് എഴുതുന്നു. പ്രിൻറ്റ് ഹലോ എന്ന് നൽകുന്നു. അതിനുശേഷം ഞാനത് സേവ് ചെയ്യുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. hello.py എന്ന് സേവ് ചെയ്യുന്നു. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ hello.py എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്നു python 3 സ്പേസ്, അതിനുശേഷം എൻ്റെ പൈത്തൺ ഫയൽ ഏതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഈ hello.py എന്നുള്ളത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. ഇതിൻ്റെ കോഡ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വിത്ത് ബ്രാക്കറ്റ്സ് കൊടുക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്കിനി മോഡിഫിക്കേഷൻ എന്തെങ്കിലും വരുത്തണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് 10+20 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, പൈത്തൺ 3 എന്ന് കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഫയൽ ഡ്രാഗ് ചെയ്യുന്നു, then എൻ്റർ ചെയ്യുന്നു. അപ്പം 30 എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും.